പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനം. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നിനെ ഒരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹവിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്നെ സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹവിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവീൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്ക്, വേറൊരുവൻ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ചു ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിനെ ക്ഷണിക്കുവീൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിതാ, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലപിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ്റെ കൈകാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. പ്രിയ സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ 11-ാം ദിവസം വചനത്തിൽ ദൈവം ഇപ്രകാരം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ക്ഷണിക്കപ്പെട്ടവർ വിവാഹ വിരുന്നിന് വരാൻ വിസമ്മതിക്കുന്നു. ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളയുന്നു. എന്താണ് ഇതിന് കാരണം? അവർക്ക് വിവാഹ വിരുന്നിനേക്കാൾ പ്രാധാന്യമുള്ളതായിരുന്നു കൃഷിയും കച്ചവടവും. ഇങ്ങനെയാണ് പലർക്കും സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുന്നത്. കൃഷിയും കച്ചവടവും ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യമാകുമ്പോൾ ഓർമ്മിക്കുക, നീ സ്വർഗരാജ്യത്തിന് പുറത്തായിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പിന്റെ 11-ാം ദിവസം ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ ആയിരിക്കാം. കൃഷിയും കച്ചവടവും മാത്രവുമല്ലാതെ ദൈവത്തോട് കൂടുതൽ സമയം ചേർന്നിരിക്കാനുള്ള ഒരു അവസരമായി ഈ വലിയ നോമ്പിൽ നമ്മൾ കാണണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.